ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടമ്പലം കൂടിയാണത്. അപ്പോൾ അവൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ 6 മണിയായപ്പോൾ ഞാൻ പോയി. അവിടെ 6:30യോട് കൂടിയിട്ടായിരുന്നു ചടങ്ങുകളൊക്കെ തുടങ്ങിയിരുന്നത് കേട്ടോ. ആദ്യം അവിടെ ഗണപതി ഹോമമാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. ഇത് നാഗപ്രതിഷ്ഠയാണ്. അവിടെയും പൂജയുണ്ട്. പലതരത്തിലുള്ള പൂജകളായിരുന്നു. എനിക്കെല്ലാവരും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഇതവിടെ അടുത്തുള്ള പാലമരത്തിലെ പൂവാണ് കേട്ടോ. എത്രയൊക്കെ പറഞ്ഞാലും സ്ത്രീകൾ സെറ്റ് മുണ്ടെടുത്ത് കാണുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യമാണല്ലേ. അവിടെ വന്നിരുന്ന ഒട്ടുമിക്ക ചേച്ചിമാരും അമ്മമാരും ഒക്കെ അന്ന് സെറ്റ് മുണ്ടിലായിരുന്നു കേട്ടോ. അവരൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു, നല്ലൊരു ഐശ്വര്യമായിരുന്നു. അപ്പോൾ അവരോടൊക്കെ വർത്താനം പറഞ്ഞ് അമ്മമാരോടും ചേച്ചിമാരോടും കുറേ പേരെയൊക്കെ ഞാൻ കുറേ കാലം കഴിഞ്ഞ് കാണുകയാണ്. അപ്പോൾ അവരോടൊക്കെ ബന്ധം പുതുക്കി സംസാരിച്ച് അങ്ങനെ കുറേ സമയം പോയിട്ടോ. ഇതാണ് ഗണപതി ഹോമം. അപ്പോൾ അതിൽ തന്ത്രി കുറേ പ്രാർത്ഥനകളും കുറേ ചടങ്ങുകളുണ്ട് കേട്ടോ. അതിനെ തുടർന്ന് ഗണപതിയെ ശരണം വിഘ്നങ്ങളകറ്റിടേണേ പാനകവും മോദകമേറെ മാതളവും. തന്ത്രി അവിടെ ഹോമം ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തിരുന്ന് ആൻറ്റിമാരും അങ്കിൾമാരൊക്കെ പ്രാർത്ഥനകൾ എത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാം തിരുമുമ്പിൽ അർപ്പിക്കുന്നു. ശരണം ശരണം ഗണപതിയെ ശരണം ശരണം. വീട് ഇവിടെ 1.5-2 കിലോമീറ്റർ കാടുകുറ്റി. ഞങ്ങൾ രണ്ടാളും കാടുകുറ്റിക്കാർ തന്നെയാണ്. അത് പാലടയാ. എല്ലാ വർഷവും ഇവിടെ വരുന്നത് നിങ്ങളാ? ഞങ്ങൾ 2-3 വർഷമായി. കഴിഞ്ഞ കൊല്ലം 50 വർഷം ഉണ്ടായിരുന്നു. ഈ അമ്പലങ്ങളും പള്ളികളും വീടുകളിലൊക്കെ പോയി ചെയ്ത് കൊടുക്കും. കാടുകുറ്റിയിലെവിടെയാ വീട്? കാടുകുറ്റിയിലെവിടെയാ വീട്? കാടുകുറ്റി ഗാന്ധിനഗർ സ്റ്റോപ്പ്. ഞങ്ങളുടെ രണ്ടാളും വീട് അവിടെ. ഇപ്പൊ എത്ര വർഷമായി ഇതിങ്ങനെ? 50 വർഷം. 50 വർഷം. ഞാനേ നമ്മുടെ ചെറിയ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആദ്യം ക്യാൻറ്റീനിൽ ചെന്നിട്ടു. അതിനുശേഷം 12-14 വർഷം ക്യാൻറ്റീനിലുണ്ടായി. പിന്നെ കമ്പനിയിൽ കയറി ഹോട്ടൽ. കൊറോണ നേരത്തെ മെയിൻ കുക്കായിട്ട് തന്നെ വീണ്ടും കമ്പനിയിൽ ക്യാൻറ്റീനിൽ തന്നെ കയറി. ആ കാലത്തും ഈ പണി ഞങ്ങൾ കൊണ്ടുനടന്നിരുന്നു. ഓരോ വീടുകളിൽ പോയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം കണക്ഷൻ വിട്ടു പോവില്ലല്ലോ. വലിയ പള്ളികളിലൊക്കെ അടുത്തുണ്ട്. പരുത്തിപ്പള്ളി, ചാലക്കുഴിപ്പള്ളി, താഴേക്കാട് പള്ളി. കൂടുതൽ ആൾക്കാരുണ്ടാവും കൂടെ ഉണ്ടാവും. പച്ചക്കറി പരിപാടി മാത്രമേ എനിക്ക്. നോണിൻ്റെ പരിപാടി പുള്ളി ഉണ്ടാവും. പുള്ളിയും 2 പരിപാടി നടത്തുന്ന ആളാണ്. ആധ്രശിവ്യം മന്യമാനസ്തുരശിവ്രാജാചിവ്യം ഫലം ഭക്ഷീത്യാഹ ഭഗപ്രണേദർഭരതപ്യരാഹോ ഭഗേമാം ധിയമുദവാദദന്മഃ ഭഗവന്തസ്യാമോദപ്രവിത്വ ഉദമധ്യേ അഗ്നാം. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ, ഹോമം കഴിഞ്ഞിട്ട് തന്ത്രി വല്യച്ഛൻ്റെ കയ്യിൽ പ്രസാദം കൊടുക്കാന്ന് കേട്ടോ. ഇനി വല്യച്ഛൻ അത് എല്ലാവർക്കും കൊടുക്കും. അതിനുശേഷം നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നടന്ന് കണ്ട് പിന്നെ അവിടെ ഭക്ഷണം വെക്കുന്നവരോടൊക്കെ പോയി സംസാരിച്ച് പിന്നെ അവിടെ നിന്നായിരുന്നു കേട്ടോ കാലത്തെ ചായ. നല്ല ചൂട് ഉപ്പുമാവും പഴമൊക്കെ ആയിരുന്നു. ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഓരോ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ചെണ്ട കൊട്ടും. ഓരോ താളത്തിൽ രീതിയിലൊക്കെ ആയിരുന്നു കേട്ടോ ചെണ്ടമേളം. പിന്നെ ഇത് അടുത്ത പൂജയാണ്. അവിടുത്തെ വിഷ്ണു മായയ്ക്ക് അങ്ങനെ കുറച്ച് ദൈവങ്ങളുടെ പേര് പറഞ്ഞു അവർക്കൊക്കെയുള്ള പൂജയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണുന്നത്.
അതിനുശേഷം പിന്നെ അവരവിടെ എല്ലാവരും ഒത്തുചേർന്ന് നിന്ന് പ്രാർത്ഥനയ്ക്കുകയാണ്. പിന്നെ ഞാൻ കണ്ടത് ഈ ചേട്ടനെയാണ് കേട്ടോ. ആള് നല്ല ഫാസ്റ്റിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചേട്ടനാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുന്നത് കളം വരയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് തോരണം ഇടാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് നാഗപൂജയാണ് കേട്ടോ. നാഗത്തിന് 100ഉം പാലും കൊടുക്കുക എന്നതാണ് ഈ പൂജയുടെ പേര് കേട്ടോ. ഇന്നിപ്പോൾ ക്ഷേത്രത്തിൽ ഗണപതി പൂജയും പിന്നെ ഇപ്പോൾ നാഗപൂജയൊക്കെ ചെയ്തത് ഇരിഞ്ഞാലക്കുടയുള്ള കാരണത്ത് ശ്രീധരൻ തന്ത്രിയാണ് കേട്ടോ. സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ, അവിയൽ, കൂട്ടുകറി, നല്ല ചൂട് പായസം, പഴം, പപ്പടം, ഇഞ്ചിയമ്പുളി അച്ചാറ്, അങ്ങനെ. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ നടന്ന കൂട്ടത്തിൽ അതൊക്കെ പോയൊന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ.